അതിനിടയിൽ UDF-ലെ സീറ്റ് വിഭജന ചർച്ച അങ്ങ് ആരംഭിച്ചു. ആരംഭിച്ചു എന്ന് മാത്രമല്ല, അതങ്ങ് പൂർത്തിയാവുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ഘടകകക്ഷികൾക്കെല്ലാം യാഥാർത്ഥ്യബോധമുണ്ടായിരുന്നു. CMPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനും അസിസ്റ്റന്റ് സെക്രട്ടറി MP സാജുവാണ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തിയത്. കഴിഞ്ഞ 32 വർഷക്കാലമായി UDF-ൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ് CMP. കഴിഞ്ഞ 8 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരുപാധികമായി UDF-നെ പിന്താങ്ങിയ ഇന്ന് UDF-ലെ ഏക കക്ഷിയാണ് CMP. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ കഴിഞ്ഞ 8 തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പാർട്ടിയുടെ പിന്തുണ ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് നിർണായകമായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ ഈ സാഹചര്യത്തിലും ഈ വരുന്ന 2019 നിർണായകമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ വരുന്ന രാജ്യസഭാ സീറ്റിൽ ഒരെണ്ണം 32 വർഷമായി UDF-നോടൊപ്പം നിൽക്കുന്ന കക്ഷി എന്ന നിലയ്ക്ക് CMPക്ക് അനുവദിക്കണമെന്ന ഒരു കത്ത് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, യാഥാർത്ഥ്യബോധം കണ്ടില്ലേ? ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കുന്നതിനേക്കാൾ എളുപ്പം രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതാണ് എന്ന് CMPക്ക് അറിയാം. പിന്നെ CP ജോൺ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ രാജ്യസഭയിലേക്ക് അയക്കുന്നതാണ് നല്ലത്. അതിനുള്ള ഉറപ്പ് കിട്ടിയോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. ഉറപ്പുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള ചർച്ച പോയിട്ടില്ല. ആദ്യ റൗണ്ടിലുള്ള ചർച്ചയാണ്. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണ കൊടുക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇത്തവണത്തെ ചർച്ചയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. 35 വർഷം മുന്നണിയിൽ ഉറച്ചു നിന്ന CMP കഴിഞ്ഞാൽ പിന്നെ UDF-ലുള്ള ഏറ്റവും വലിയ ഘടകകക്ഷി ഫോർവേഡ് ബ്ലോക്കാണ്. ദേശീയ തലത്തിൽ 23 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഒന്നാം UPA-യുടെ രൂപീകരണത്തിൻ്റെ വേളയിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പൊതുമിനിമം പരിപാടിയുടെ രൂപീകരണത്തിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഇടതുപക്ഷ പാർട്ടി കൂടിയാണ്. ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJP-യെ പുറത്താക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള പാർട്ടിയുടെ പ്രഖ്യാപിത നയം. അതനുസരിച്ചുള്ള നിലപാടുകളാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷി എന്ന നിലയിൽ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് അനുവദിച്ച് തരണമെന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഘടകകക്ഷി സംവിധാനത്തിൽ ഒരു പുതിയ ഘടകകക്ഷി എന്ന നിലയിൽ ആ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കോൺഗ്രസിന് അവരുടേതായ ഭാഗമായിട്ടാണ് കണ്ടോ, 23 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ പോലും തികച്ചില്ലാത്ത ഒരു പാർട്ടിയുടെ വില കൊടുക്കുന്നില്ല കേരളീയർ. എന്തു ചെയ്യാം? 2 സീറ്റ് വേണമെന്നുള്ള കേരള കോൺഗ്രസിൻ്റെ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അത് ഞങ്ങൾ ശക്തമായിട്ട് വാദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ ബുദ്ധിമുട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. ചർച്ച ഇനി 9-ാം തീയതി 3-ാം തീയതി വീണ്ടും ഇവിടെ വെച്ച് ചർച്ച ചെയ്യും. പ്രതീക്ഷയുണ്ടോ 2 സീറ്റിലേക്ക്? അല്ല, മാനസാർ പറഞ്ഞല്ലോ. രണ്ട് സീറ്റ് ചോദിച്ച് പുറത്തിറങ്ങിയവർ 2 വഴിക്ക് പോയത് കണ്ടില്ലേ? എവിടെ എത്തുമോ എന്തോ. ആട്ടെ, 3 സീറ്റ് ചോദിച്ചവർ വരുന്നുണ്ട്. അത്രയൊന്നും വേളം വെക്കണ്ട, അതിന് മാത്രമൊന്നും പറയാനില്ല. അതായത് ഇത് ഫസ്റ്റ് റൗണ്ട് ചർച്ചയാണ്. ചർച്ച തുടരും.
അല്ലേ? ലീഗിന്റെ ആവശ്യങ്ങളെല്ലാം അല്ല, അതെ, ഒരു ഡീറ്റെയിൽസും നിങ്ങൾ എത്ര ചോദിച്ചാലും ഞങ്ങൾ അറിയില്ല. ഞങ്ങൾക്ക് പാർട്ടി ലീഡർഷിപ്പായിട്ടൊക്കെ ബന്ധപ്പെടാണ്ട് ഞങ്ങൾ അടുത്ത റൂമിൽ ചർച്ച പരാജയമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കരുതാം. ചർച്ച പോസിറ്റീവാണോ? ചർച്ച തുടരും. തുടരേണ്ട ആവശ്യമുണ്ട്. അവർ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് കേട്ടില്ലേ? ഞങ്ങൾക്ക് പാർട്ടി ലീഡർഷിപ്പായിട്ടൊക്കെ ബന്ധപ്പെടാണ്ട് ഞങ്ങൾ അടുത്ത റൂമിൽ അവരുടെ ലീഡർഷിപ്പ് എപ്പോഴും അങ്ങനെയാണ്, അടുത്ത റൂമിൽ കാത്തിരിക്കുന്നുണ്ടാവും. ഇത്രയും അനുസരണയുള്ള ഒരു ലീഡർഷിപ്പിനെ വേറൊരു പാർട്ടിക്കും കിട്ടില്ല. അതൊക്കെ എന്തായാലും ശരി, ഒരു ഘടകകക്ഷിയുടെ പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചിട്ടുണ്ട്. RSP നിലവിലുള്ള സീറ്റാണ് അവർ ആവശ്യപ്പെട്ടത്. അത് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. RSPയുടെ സീറ്റ്, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. കൊല്ലത്ത് RSP സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് RSP തീരുമാനിക്കേണ്ട കാര്യമാണ്. അതവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. പ്രേമചന്ദ്രൻ അതുപോട്ടെ, മുന്നണിയുടെ സെക്രട്ടറിയുടെ പാർട്ടി ഒരു സീറ്റ് ചോദിച്ചിരുന്നല്ലോ, കൊടുക്കുന്നുണ്ടോ? കേരള കോൺഗ്രസ് JK വിഭാഗത്തോട് ഞങ്ങൾ കാര്യങ്ങൾ അവർ ഉന്നയിച്ചെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ അവരെ പല കാര്യങ്ങൾ അവരോട് സൂചിപ്പിക്കുകയുണ്ടായി. മറ്റ് കക്ഷികളോടെല്ലാം കോൺഗ്രസ്സിന് സീറ്റ് കൊടുക്കുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ ആകെ കുഴപ്പമായി കാണുമല്ലോ, കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ. ഏതായാലും വളരെ സമാധാനപരമായിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോയത്. അടുത്ത മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച ഇനി 1-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കും. 3-ാം തീയതി എറണാകുളത്ത് വെച്ച് കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച നടക്കും. ഇത് രണ്ടിലും KPCC പ്രസിഡൻറ്റും പങ്കെടുക്കുന്നതാണ്. 3-ാം തീയതിയോടുകൂടി UDFിലെ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ആ 3-ാം തീയതി അങ്ങ് കഴിഞ്ഞാൽ കേരള കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നാണ് പൊളിമിക്സിൻ്റെ കണക്ക്. ഒരു പൊട്ടിത്തെറി എങ്ങും ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും യോജിച്ചു പോകും ഒറ്റക്കെട്ടായിട്ട്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരള ജനത ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. അതാണ് കേരളത്തിൻ്റെ മൂഡ്. അതാണ് ആ മൂടൊന്നും പൊളിമിക്സിനറിയില്ല. PJ ജോസഫിൻ്റെ മൂഡ് മാറ്റിയെടുക്കാൻ ചിലരൊക്കെ ചെന്നിട്ടുണ്ട് എന്ന് മാത്രം അറിയാം. ഞാൻ ലോ കോളേജിൽ പഠിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മുറിയിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെയുള്ള അന്ന് മുതൽ എൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ വന്നൊന്ന് കാണുക എന്നുള്ളത് രണ്ട് തുല്യ ദുഃഖിതർ പരസ്പരം സമാധാനിപ്പിക്കുന്നു എന്ന് കണ്ടാലും മതി. രണ്ടു പേർക്കും മോഹങ്ങളുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും പാർട്ടി മറ്റു ചിലരുടെ കൈകളിലായിപ്പോയി. PJയുടെ പാർട്ടി മാണി സാറിൻ്റെ മോൻ്റെ കയ്യിൽ, ജോണി നെല്ലൂരിൻ്റെ പാർട്ടി TM ജേക്കബിൻ്റെ മോൻ്റെ കയ്യിൽ.